ഹായ് ഗൈസ്, ഇന്ന് നമ്മള് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വിശാഖപട്ടണ സെക്കൻഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എങ്ങനത്തെ ഒരു ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 336 റൺ 6 വിക്കറ്റ് നമ്മൾ അടിച്ചു. പക്ഷെ അത് ഇന്ത്യക്ക് നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. എനിക്ക് ജയ്സ്വാൾ ഉള്ളത് കൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. രാഹുലിന്റെ അഭിപ്രായം എന്താ രാഹുൽ? ഇന്നത്തെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സൈഡിലാണ് ഇന്നത്തെ ഒരു പോയിന്റ് വൈസിൽ കൂടിയിരിക്കുന്നത്. ഇന്ത്യ ഇന്നത്തെ കണ്ടീഷനിൽ ഇന്നത്തെ ഒരു ഇതിൽ ഇന്ത്യയാണ് വിജയിച്ച് നിൽക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കൈയടി കൊടുക്കേണ്ടത് ജയ്സ്വാളാണ്. അതെ, പുള്ളിക്കാരന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇന്നിങ്സ്, അതൊന്നും പറയില്ല. കാരണം ഞാൻ അവസാനം കളിയുടെ ഇന്നിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അക്സർ പട്ടേലാണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത്, കട്ട് ഷോട്ട് അടിക്കുന്ന സമയത്ത് ഔട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ കേസ് ഭരത് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ അടുപ്പിച്ച് 2-3 4 അടുപ്പിച്ച് നമ്മുടെ ജയ്സ്വാൾ നല്ല വൃത്തിയായിട്ട് കട്ട് കളിക്കുന്നുണ്ട്. നന്നായിട്ട് ഇന്നിങ്സ് മുമ്പോട്ട് ആങ്കർ ചെയ്യുന്നുണ്ട്. കാരണം രോഹിത് ശർമ്മ നോർമലി കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കളിക്കുന്ന സിറ്റുവേഷനിലാണ് നോർമലി ജയ്സ്വാളിനെ കളിക്കുന്നത്. ഇന്ന് നോർമലി രോഹിത് ശർമ്മ ഭയങ്കര ഡിഫൻസീവ് ആണ് മുമ്പോട്ട് കളിച്ചു തുടങ്ങിയത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി ജയ്സ്വാളിന്റെ പുറത്താണ് കൂടുതൽ പ്രഷറായിരുന്നത്. ജയ്സ്വാൾ നല്ല രീതിയിലാണ് ആ ഇന്നിങ്സ് ആങ്കർ ചെയ്തത്. പക്ഷെ ഇന്ന് 93 ഓവർ കളിച്ചിട്ട് ഫസ്റ്റ് ഒരു പ്രത്യേക സംഭവം ഇന്ന് ടെസ്റ്റിൽ നടന്നു. അല്ലെങ്കിൽ നോർമലി എല്ലാ ദിവസവും 90 ഓവർ വരാറുള്ളൂ, 90 ഓവേഴ്സേ വരാറുള്ളൂ. ഇന്ന് ഇംഗ്ലണ്ട് പെട്ടെന്ന് എറിഞ്ഞ് 3 ഓവർ കൂടുതൽ എറിഞ്ഞു. അവർക്ക് സ്ലോ ഓവർ റേറ്റിന്റെ കാര്യമായിട്ട് 19 പോയിന്റ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് അവർ എക്സ്ട്രാ സമയം കിട്ടി 3 ഓവർ. ഞാൻ 3 ഓവറിലാണ് ഒരു വിക്കറ്റ് വീണത്, KS ഭരത്തിന്റെ. അതെ, നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില്. കാരണം കഴിഞ്ഞ ഇതിൽ ലാസ്റ്റ് അവർ 8 ഓവർ എടുത്ത് 8 അല്ലെങ്കിൽ അരമണിക്കൂർ ഓപ്ഷൻ അവർ കിട്ടിയ സമയത്തും ഇംഗ്ലണ്ട് മാക്സിമം അത് ഉപയോഗിക്കാതെ കൂടുതൽ സ്റ്റംപിങ് ഓപ്പർച്യൂണിറ്റീസിന് അപ്പീൽ ചെയ്തു. അങ്ങനെ ഈ സമയം കളഞ്ഞു. അപ്പൊ മാക്സിമം ഈ കളിയിൽ മാക്സിമം അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. മാക്സിമം കളി മുമ്പോട്ട് ഓടിച്ചു പോയി. സ്പിന്നേഴ്സിനെ തന്നെ ബോൾ ചെയ്തു. വളരെ ഭംഗിയായിട്ട് ജെയിംസ് ആൻഡർസൺ, ഒന്നും പറയാനില്ല. അയാളെ ലെജൻഡ് ഇപ്പോഴും പറയാനുള്ള കാര്യം. വേറെ ഒന്നും പറയാനില്ല. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഇംഗ്ലണ്ട് അറ്റാക്കിന് നമ്മൾ 336 അടിച്ചാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടോ ഇന്ത്യ? ഞാൻ പറയാം, ഒരു സൈഡിൽ ജെയിംസ് ആൻഡർസൺ എറിയുകയാണ്. പുള്ളീന്റെ നല്ല ബോളൊന്നും വേറെ ആരും കളിക്കുന്നില്ല. അപ്പുറത്തെ സൈഡ് വരുന്ന സ്പിന്നേഴ്സിന് നോർമലി 3 ബോൾ, ഞാൻ ഫസ്റ്റ് ഇന്നിങ്സ് പറഞ്ഞ പോലെ തന്നെ 3 ബോൾ നന്നായിട്ട് സ്ഥലത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കറക്റ്റ് ലൈനിലാണ് ബോൾ എറിയണത്. നാലാമത്തെ അഞ്ചാമത്തെ ബോൾ വേറെ എന്തോ ശ്രമിക്കുന്നുള്ളൂ. രണ്ടും ഒരു ഓവറിൽ ഒരു 4 അല്ലെങ്കിൽ 2 4 വെച്ച് എങ്ങനെയായാലും വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും നല്ല ഓവർ മാത്രമേ അവരെല്ലാം ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നുള്ളൂ. ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ സമയവും ജെയിംസ് ആൻഡർസന്റെ കൂടെ ഒരു ബോളർ, ഒരു പേസ് ബോളർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സ്റ്റുവർട്ട് ബ്രോഡ് തന്നെ ആയിരുന്നു മെയിൻ. ഒരു സൈഡിൽ നിന്ന് ഒരാളെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ആളെ കളിക്കാൻ നോക്കുമ്പോഴാണ് നോർമലി അവിടെ സൈഡിൽ നിന്ന് വിക്കറ്റ് വീണത്. ഈ സൈഡിൽ ജെയിംസ് ആൻഡർസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു ചെറിയൊരു ഇത് തോന്നിയായിരുന്നു. കാരണം ഈ ട്രാക്ക് സ്പിന്നിങ് ആസ് വെൽ ആസ് സ്പേസിനെ സപ്പോർട്ടിന് ട്രാക്കാണ്. സ്റ്റുവർട്ട് ബ്രോഡിനെ പോലെ എക്സ്പീരിയൻസ് സ്പിന്നർ ഒരു മീഡിയം പീസസ് ആ എൻഡിൽ നിന്നും കൂടെ എറിയാനുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഡിസ്ട്രക്റ്റീവ് ആയിരുന്നേ ഇന്ത്യയിൽ. പക്ഷെ ഇന്നപ്പം എന്തായാലും ഇന്ന് ബോളിംഗ് വൈസ് എല്ലാവരും ആവറേജ് ആയിരുന്നു എക്സെപ്റ്റ് ഫോർ ജിമ്മി ആൻഡർസൺ എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കി എല്ലാരും എന്തൊക്കെയോ എറിഞ്ഞു വിക്കറ്റ്. ജോ റൂട്ടിന് ഭയങ്കര അഹങ്കാരത്തോടെ വന്ന് മറ്റേ ബോളർമാർക്കെല്ലാം മുമ്പേ ഓവർ കൊടുത്തു. പക്ഷെ ഇന്ന് അടിച്ച് വിളവാരം വെച്ച് കൊടുത്തിട്ടുണ്ട് ജോ റൂട്ടിന്. പിന്നെ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ അവർക്ക് ആകെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ജാക്ക് ലീച്ച് മാത്രമേ 34 ഇന്നിങ്സ് ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുള്ളൂ. ബാക്കി ഏത് പ്ലെയർ ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ ഈ പുതിയൊരു പ്ലെയറുടെ ഡെബ്യൂ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു പേര്? അഹമ്മദ്. ആ, അഹമ്മദ് അല്ല, മാലിക് അല്ലേ? അല്ലല്ല, അഹമ്മദ്. ഓക്കെ, ആ പുള്ളിക്കാരൻ ഇതേപോലെ ഫസ്റ്റ് മാച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൻ ഹാലിന്റെ സെക്കൻഡ് മാച്ചാണ്. നമ്മളെ ടോം ഹാർലിയുടെ സെക്കൻഡ് മാച്ചാണ്. കഴിഞ്ഞ എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പുള്ളിക്കാരൻ എറിഞ്ഞാണ്. 8 വിക്കറ്റ് കിട്ടി ഡെബ്യൂ മാച്ചിൽ തന്നെ. റഹാൻ അഹമ്മദ് ആണ് ഞാൻ പറഞ്ഞ ബോളർ. പുതിയതായിട്ട് വന്നത് ഷോയബ് ബഷീർ. ഷോയിബ് ബഷീറിന്റെ ഫസ്റ്റ് കളിയാണ്. റഹാൻ അഹമ്മദിന്റെ സെക്കൻഡോ തേർഡോ കളിയാണ്. ടോം ഹാർഡിയുടെ സെക്കൻഡ് കളിയാണ്. അപ്പൊ ആസ് വെൽ സ്പിന്നേഴ്സിന്റെ രീതി നോക്കുകയാണെങ്കിൽ ജോ റൂട്ടാണ് എക്സ്പീരിയൻസ് സ്പിന്നേഴ്സ് നോക്കി ഇപ്പോൾ ഈ ടീമിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നോർമലി എല്ലാ ദിവസവും ഒരാളായിരിക്കില്ലല്ലോ. ഇന്ന് നോർമലി ഉള്ളതിൽ ബെറ്റർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യം ജോ റൂട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ബിൽ സ്റ്റോക്സ് ജോ റൂട്ടിന് ആദ്യം തന്നെ ബോൾ കൊടുത്തത്. ചെയ്യാൻ പറ്റിയ കാര്യം അവർ ചെയ്തു. പക്ഷേ മാക്സ് നന്നായിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇന്ത്യൻ പ്ലേയേഴ്സ് ഇന്ന് മാക്സിമം നന്നായിട്ട് കളിച്ചില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എല്ലാരും 40 ബോളിന് മേലെ എറിഞ്ഞു കളിച്ചു. 40 ബോളിന് മേലെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി സില്ലി വിക്കറ്റ് കൊടുത്തിട്ട് പോയത് പോലെയാണ് തോന്നിയത്. അതുകൂടെ ജെയിംസ് ആൻഡർസൺ ഗില്ലിന്റെ വിക്കറ്റ് എടുത്ത മാത്രം ഔട്ട് സ്വിംഗിങ് ബോൾ, കവർ ഡ്രൈവ്, അത് മാത്രമേ ഉള്ളൊരു കാണുമ്പോഴെങ്കിലും നല്ലൊരു ബോളിന് ഔട്ടായാൻ തോന്നിയത്. ബാക്കിയെല്ലാം 2 കട്ട് ഷോട്ട്, വൈഡ് ഔട്ട് സൈഡ് ഡോർ സ്റ്റെപ്പ് കട്ട് ഷോട്ട്, 2 വിക്കറ്റ്.
അതാണ് ജയ്സ്വാളിന്റെ കാര്യം എടുത്ത് പറയേണ്ടത്. 2 അതെ കട്ട് ഷോട്ട് ഇന്നിംഗ്സിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് പുള്ളിക്കാരൻ കളിച്ചു തുടങ്ങിയാണ്. എല്ലാം ഫസ്റ്റ് ഗ്യാപ്പില് ഫോർ പ്ലേസ്മെന്റ് പക്കയായിരുന്നു. ഫസ്റ്റ് ഫോർ അടിച്ചപ്പോഴത്തേക്ക് എയറിൽ പോയിട്ടാണ് ഫസ്റ്റ് ഫോർ ജോ റൂട്ടിന് അടിച്ചത്. ഉം. അത് അതെ. ജസ്റ്റ് മിസ്സായിരുന്നു. 2 സ്ലിപ്പ് ക്യാച്ച് വന്നു. അവൻ കട്ട് ഉം. ഷോട്ട് കളിക്കാൻ നോക്കിയത് പക്ഷെ ഭയങ്കര സ്പീഡായിരുന്നു. കാരണം റിഫ്ലക്സ് നോർമലി റിഫ്ലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പീഡ് ഉണ്ടായിരുന്നു. ക്യാച്ച് അത് ഫസ്റ്റ് എളുപ്പമുള്ള ക്യാച്ച്. ക്യാച്ച് അല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പണ്ട് ഇങ്ങനത്തെ ഇത് കാണില്ല. പാവ രജത് പട്ടിദാർ നല്ലപോലെ കളിച്ചോണ്ടിരുന്നതാണ്. അവന്റെ ഒരു അൺലക്കി ഡിസ്റ്റൻസിലായി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തു, ആ ബോൾ തിരിച്ച് സ്പിൻ ചെയ്ത് വിക്കറ്റിലോട്ട് പോയി. അവൻ അതെ, കാലം കെല്ലും കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജത് പട്ടിദാറിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പണ്ടത്തെ ഒരു പ്ലെയർ നിന്ന് അതെ, ആങ്കർ ചെയ്യണ പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇന്നിങ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളിക്കുന്നു. കാരണം പുള്ളിക്കാർ ഓൾറെഡി 31 വയസ്സുണ്ട് പുള്ളിക്കാരന്. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്. 29 ഇതിന് മുമ്പേ കളിച്ചുകൊണ്ടിരുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ അത്യാവശ്യം 165 100+ റൺസ് അടിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ്. പിന്നെ 29 എക്സ്പീരിയൻസ് വയസ്സ്. ആയിട്ടുള്ള വിരാട് കോഹ്ലി, മാക്സ്വെൽ പ്ലസിലൂടെ കളിച്ച പ്ലെയർ ആണ്. ആ. അത്യാവശ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇങ്ങനെ 46 അടുപ്പിച്ച് ആവറേജ് ഉള്ള ഒരു പ്ലെയർ ആണ്. രഞ്ജി ട്രോഫി ഫൈനലില് പുള്ളിക്കാരൻ 100 അടിച്ച് ടീമിനെ ജയിപ്പിച്ചു ഈയിടെ. 165 എന്തോ അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ആ കളിയിൽ. അപ്പം പുള്ളിക്കാരന് കഴിവുണ്ട്, പക്ഷേ ഇന്ന് അൺലക്കി ആയി പോയി. ചാൻസസ് വേണ്ടേ? അല്ല, ചാൻസ് ഫസ്റ്റ് കളി ഈ 31ാമത്തെ ഏജിൽ ഇന്ത്യൻ ടീമിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു പാടാണ് ആസ് കമ്പയർഡ് ടു ഇന്ത്യൻ എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ടാലൻസ് ഇവിടെ ഓടുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രജത് പട്ടിദാർ നല്ല അതിനോട് ആ ടീമിലെടുത്ത ആ ഒരു അവരുടെ തീരുമാനത്തിനോട് നീതി കാണിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ശുഭ്മൻ ഗില്ലിന് കുറച്ച് ഓവർ അവസരങ്ങൾ കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ പോയാലും 23 വയസ്സാണെന്നുള്ളൂ ശുഭ്മൻ ഗില്ലിന്. സമയമുണ്ട്. സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ പോവാണ് ബാക്കി 2 ഫോർമാറ്റ്സിലും. അപ്പം ഈ ഒരു പ്ലെയർ ഇത്രയും ടച്ച് ആയിട്ട് പോവാണെങ്കിൽ കീപ്പ് ദ ടീം. അതൊരു വലിയ കാര്യമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. കാരണം നല്ലൊരു പ്ലെയറിനെ ടീമിൽ വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഒരു പ്ലേസ്. പണ്ടത്തെ ഒക്കെ നമ്മളെ സൗറവ് ഗാംഗുലിയുടെ ഒക്കെ ടീമിന്റെ സമയത്ത് 2 കളി ഡക്കായ പോലും 3ാമത്തെ ഓപ്പർച്യൂണിറ്റി പ്ലെയറിന് കൊടുക്കുന്നുണ്ട്. അത് ആ പ്ലെയറിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് തന്നെ ഭയങ്കര ഹൈപ്പാണ്. ഇപ്പം 12 മാച്ചായോ, ആ കൂടെ ഒരു മാച്ചിൽ അടിച്ച ഒരു 100, 12 മാച്ചായിട്ട് ഒരു റണ്ണ് വന്നിട്ടില്ല. 12 ഇന്നിങ്സ് ആയിട്ട് 6 കളി ശരി. കൊടുക്കും. പിന്നെ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാണ്. ഇപ്പൊ നമ്മളെ ടീമിന്റെ രീതി പോവുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഇല്ല, KL രാഹുൽ ഇല്ല, ജഡേജ ഇല്ല. എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് വളരെ കുറവാണ്. ഇപ്പം ഗില്ലിനെയും കൂടെ ഈ സമയത്ത് മാറ്റി കഴിഞ്ഞാൽ സർഫറാസ് ഖാൻ ആയിരിക്കും അടുത്ത പ്ലെയർ ചിലപ്പോൾ ടീമിൽ ബാറ്റ് ചെയ്യാൻ വരേണ്ടത്. വേറെ ആരും അങ്ങനെ ഓപ്ഷൻസ് പറഞ്ഞിട്ടില്ല. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഗില്ലാണ് ബെറ്റർ ആണ്. ആകെ ഉള്ളൊരു ബെറ്റർ പ്ലെയർ. കാരണം ഞാൻ ഗില്ലിന്റെ ഇന്നിങ്സ് കണ്ടപ്പോൾ എനിക്കൊരു പക്ക ടെസ്റ്റ് ഇന്നിങ്സ് ആയിട്ടല്ല അത് തോന്നിയിരിക്കുന്നത്. അയാൾ നോർമലി 50-50 കളിക്കുന്ന ഒരു മൊമെന്റത്തിൽ കളിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തത്. നല്ല ബോളായിരുന്നു. ജാൻസൺ ഒന്നും പറയാനില്ല. രോഹിത് ശർമ്മ ഇന്ന് രാവിലെ ടോസിൽ പറഞ്ഞതാണ്, നമ്മളന്ന് 2ാമത്തെ ഇന്നിങ്സിൽ ഫസ്റ്റ് ഇന്നിങ്സ് കളിച്ച ഒരു അഗ്രഷനിലൂടെ കളിച്ചില്ല. പക്ഷെ അങ്ങേരിന്ന് വന്ന് എന്താണ് കാണിച്ചതെന്നാണ് എന്റെ ചോദ്യം. എത്ര ബോൾ അടിച്ച് വിളവാര വെക്കാനുള്ള ബോൾ ഇട്ട് കൊടുത്ത് പറയാം, തട്ടി നിന്ന്. അല്ല, അത് അയാളെ ഇന്ത്യൻ അങ്ങനെ ആയിരിക്കും. അയാൾക്ക് അങ്ങനെ കൊട്ടാൻ തോന്നി. കാരണം രോഹിത് ശർമ്മയൊന്നും ഇനി ആർക്കും തെളിയിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് അടിക്കാൻ കിട്ടുന്ന ഒരു ബോൾ അയാൾ ചുമ്മാ വെറുതെ കൊട്ടേണ്ട ആവശ്യമില്ല. കാരണം അപ്പുറത്തുനിന്ന് ഒരു സൈഡ് ജയ്സ്വാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതാണ് കുറച്ചൊന്ന് നിന്ന് കൊടുത്തിട്ട് പുള്ളിയുടെ സമയമാകുമ്പോൾ കളിക്കാന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ അത് നന്നായിട്ട് എറിഞ്ഞു. അപ്പൊ ആ ഒരു വിക്കറ്റ് കിട്ടി. ഫസ്റ്റ് വിക്കറ്റാണ്, ഡെബ്യൂ വിക്കറ്റ് രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് പുള്ളിക്കാരന് കിട്ടിയത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അവരാണ് പാകിസ്ഥാൻ വിസ കിട്ടാത്തതുകൊണ്ട്, പാകിസ്ഥാനിൽ ഒറിജിൻ ആയതുകൊണ്ട് വിസ കിട്ടാത്തതുകൊണ്ട് ലേറ്റ് ആയതവനാണ്. ഒരു കളി മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ. അപ്പം നാളത്തെ കാര്യങ്ങൾ പറയാം. നാളെ ഇനി എന്ത് നടക്കുമെന്നാണ് പ്രതീക്ഷ? നാളെ എന്താണെങ്കിലും ജെയിംസ് ആൻഡേഴ്സൺ അതിന് ഓവർ കൊടുക്കാം. ഞാൻ പറയുന്നത് ബെൻ സ്റ്റോക്സിനെ അറിയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഡ്യൂ ടു ഇഞ്ചുറി ആണ്. ബട്ട് സ്റ്റിൽ ഒരു 2 ഓവർ ഇന്ന് വൈകുന്നേരം എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പോസിബിൾ ആയിരുന്നേനെ. കാരണം അങ്ങനെ ലാസ്റ്റ് 2 വിക്കറ്റ് പോയത് അതുകൊണ്ടാണ്. KS ഭരത്തിന്റെ വിക്കറ്റും അക്ഷർ പട്ടേൽ വിക്കറ്റും. KS ഭരത് മാക്സിമം ശ്രമിച്ചു, മാക്സിമം ഡിഫൻസീവ് കളിക്കാൻ നോക്കിയതാണ്. ബട്ട് ബോൾ എയറിലായി പോയി. കട്ട് ഷോട്ടിന് അത്രയും ടൈമിംഗ് പ്യൂർ ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഇന്നത്തെ ഒരു കാര്യം കൂടെ പറയേണ്ടത് ബെൻ ഫോക്സ് വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിങ്. ആ ശ്രേയസ് അയ്യറിന്റെ ബോട്ടം ഓഫ് ദി ബാറ്റിൽ കൊണ്ടിട്ട് അയാൾ ക്യാച്ച് എടുത്ത രീതി, അത് വെരി ഡിഫിക്കൽട്ട് ക്യാച്ച് ആണ്. അയാൾ നല്ല അടിപൊളിയായിട്ട് കൈക്കത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണത്. അതേപോലെ തന്നെ ജയ്സ്വാളും നമ്മൾ എല്ലാവരും മറ്റേ അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ ആണ് മറ്റേന്ന് പറഞ്ഞാലും ജിമ്മി ആൻഡർസന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്താണ് കളിച്ചത്. ഒരു ബോളറിന് ഇല്ല. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് നമ്മൾ കാണേണ്ടത്. 5 റണ്ണോ 6 ആവശ്യമില്ലാത്ത റണ്ണോ ആ കൂടെ അടിച്ചത്. ജിമ്മി ആൻഡർസന്റെ ഫുൾ ബോളിൽ നിന്ന് 5 6 റണ്ണാണ് അടിച്ചിരിക്കുന്നത്. മതി. ബാക്കി ഇത്രയും റൺസ്, ബാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് മൊത്തം റൺസ് പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓ അതെ. അപ്പൊ എന്തായാലും ഇന്ന് ജയ്സ്വാളിന്റെ ദോഷമാണ്. പക്ഷേ ഇന്ത്യ എത്ര റൺ അടിക്കും ഈ ഇന്നിങ്സിൽ?
മേ ബി നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഇംഗ്ലണ്ട് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എന്താണെങ്കിലും ഒരു വരുള്ളൂ. എന്താണെങ്കിലും അവരെ കോച്ച് ആണെങ്കിൽ പോലും അല്ല, നോർമലി ഇതേപോലെ ഇറക്കി വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അവരൊരു കോമ്പറ്റീഷൻ എത്ര റൺ അടിക്കും, നമ്മൾ ബെറ്റ് വെക്കുന്നു ആര് ജയിക്കും. ഒരു 4-10 420 ഓൾ ഔട്ട് ആവും. കഴിഞ്ഞ സെക്കൻഡ് ഇന്നിങ്സ് അടിച്ച അതേ റൺസ് ആയിരിക്കും ഇതിൽ ഫസ്റ്റ് ഇന്നിങ്സ് അടിക്കാൻ പോകുന്നത്. ഞാൻ പറയും നാളെ രവിചന്ദ്രൻ അശ്വിൻ ഒരു 50 അടിക്കും, നമ്മൾ 450 കിടക്കും എന്നുള്ളതാണ് എന്റെ പ്രഡിക്ഷൻ. കണ്ടോളൂ. ജെയ്സോള് മേ ബി ഒരു സൈഡിൽ നിൽക്കുമായിരിക്കാം, ബാക്കി അപ്പുറത്തെ എൻഡ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് വരുമായിരിക്കും. അതൊരു കാര്യമാണ്. കാരണം ഇന്ത്യ നോക്കിയത് ബോളിംഗ് സ്ട്രാറ്റജി നോക്കിയത് സിറാജിന് പകരം മുകേഷ് കുമാറിനാണ് ഈ കളി കൊണ്ടുപോയിരിക്കുന്നത്. മുകേഷ് കുമാർ ബാറ്റിംഗിന് എത്രമാത്രം ഇതുണ്ടെന്നുള്ള കാര്യം അറിയില്ല. എങ്ങനെ നോക്കിയാലും ഇനി ആ കൂടെ കുൽദീപ് യാദവിന് മാത്രമേ ബാറ്റ് നല്ലപോലെ പിടിച്ച് കളിക്കാനുള്ള അറിവുള്ളൂ, ബാക്കി എല്ലാം ഫ്ലോപ്പാണ്. കാരണം ഇന്നത്തെ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രമേ നാളെ ഇന്ത്യൻ ടീം എന്താണെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങുള്ളൂ. നാളെ അതുപോലെ തന്നെ എല്ലാം കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് നാളെ കൂടുതൽ ഇറങ്ങാനുള്ളത്. കുൽദീപ് യാദവ് നിൽക്കുന്നുണ്ട്. കുൽദീപ് യാദവ് ലെഫ്റ്റ് ഹാൻഡറാണ്. മേ ബി ജോ റൂട്ടിനെ കൊണ്ട് എറിയായിരിക്കും. ടോം ഹാർട്ട്ലി ഉണ്ട് ലെഫ്റ്റ് ഹാൻഡർ. ബാക്കി റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടി എറിയാൻ പുള്ളിക്കാരൻ ആപ്റ്റ് ആയിരിക്കും. ജെയിംസ് ആൻഡർസൺ എന്താണെങ്കിലും കുറച്ചും കൂടി ഉപയോഗപ്പെടുത്തുമായിരിക്കും. നാളെ ഇന്നിങ്സ് നേരത്തെ ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രമേ എന്താണ് ഞാൻ 450 ആവുമെന്ന് പറയാനുള്ള റീസൺ, ഈ അശ്വിൻ ഒന്ന് ഔട്ട് ആയെന്ന് വെച്ചോ, പിന്നെ ജയ്സോൾ 2020 മോഡിപ്പോയ പിന്നെ 50 ബോൾ മതി 450 എത്തും. ഇത് നമ്മൾ കഴിഞ്ഞ ഇന്നിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഇതേപോലെ ഒരു മൊമെന്റത്തിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അടിക്കാൻ നോക്കുന്നത് ക്യാച്ചായി കുറെ പോകുന്നുണ്ട്. അല്ലാതെ എല്ലാരും ആ ഇന്ത്യന്റെ കൊടുത്ത് അത്ര ടഫ് പിച്ച് അല്ല. അല്ല, അത്ര ടഫ് പിച്ചല്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഇന്ത്യക്കാർക്ക് കളിച്ച പിച്ചാണ്, ഇന്ത്യക്കാർക്ക് മനസ്സിലായ പിച്ചാണ്. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും ഈ പിച്ച് കളിക്കാൻ. ഈ പിച്ചിൽ കളിക്കാൻ ഹാപ്പി ആയിരിക്കണം. പക്ഷെ ഇത്ര റൺ അടിച്ചാൽ പോരാ, 500 റൺ അടിക്കേണ്ടതാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ 500 റൺ അടിക്കേണ്ട പിച്ചാണ്. ഹൈദരാബാദിൽ 420 റൺസ് അടിച്ചത് തന്നെ അവർക്ക് ഭയങ്കര കുറവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇവന് 20 റൺസ് കൂടെ കൂടുതൽ അടിച്ചെങ്കിൽ നല്ലൊരു ലീഡ് വന്നതിനെ കളി മാറിയെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും. പിന്നെ ബാക്ക് ഓഫ് ദ ഗെയിം എങ്ങനെയായിരിക്കും നമ്മൾ ഈ പറയണത് പോലെയല്ല. കണ്ടീഷൻ മാറും, സിറ്റുവേഷൻ മാറും. ലാസ്റ്റിനകത്ത് ഓവർ എറിഞ്ഞ സമയത്ത് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടാണ് കളി നടന്നത്. ഞാനിത് നോക്കാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു നല്ല കുറച്ചുകൂടെ ബെറ്റർ പിച്ച് കിട്ടുമ്പോൾ ബാസ് ബോൾ വന്ന് അടിച്ച് തൂക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പേടി. ഒരിക്കലും ചുമ്മാ ഈ ബാസ് ബോൾ എന്ന് പറയുന്നത് എല്ലാ ബോളിലും സ്കോർ ചെയ്യാനുള്ള കാര്യമല്ല. ഒരു ഓവറിൽ 2 ബോൾ കിട്ടും. 2 നല്ല അല്ലാത്ത ഓവർ പിച്ച്ഡ് ബോളോ സ്ലോട്ട് ചെയ്ത ബോളോ കിട്ടും. അത് പ്ലേസ് ചെയ്താണ് കളിക്കുന്നത്. കാരണം ഒരു ഓവറിൽ നോർമലി 8 റൺസ്, വളരെ 6 റൺസ് മതി ഒരു ബാസ് ബോൾ ഉദ്ദേശിച്ചാൽ പോലും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം അതേപോലെ അല്ലാതെ 6 ബോളും അടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല. അതാണ് മെയിൻ കാര്യം. കുറച്ച് അഗ്രസീവായിട്ട് ബാറ്റിങ്ങിന് ബാറ്റേഴ്സ് നിന്ന് കഴിഞ്ഞാൽ ബൗളേഴ്സ് കുറച്ചും കൂടെ ഒരു പ്രഷറിലാകും. അത്രേ ബാസ് ബോൾ കൊണ്ട് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമാണ്. അതന്നെ ഈ ഇന്നലത്തെ ട്രെയിനിങ് പ്രാക്ടീസിലൊക്കെ നമ്മുടെ പിള്ളേരിൽ റിവേഴ്സ് സ്വീപ്പും മറ്റേ സ്വീപ്പും കളിച്ച് ബോളേഴ്സിന് ഒരു പ്രാക്ടീസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി കണ്ടറിയണം. അശ്വിനൊക്കെ എന്തായാലും എന്തെങ്കിലും ചെയ്യണം. കുൽദീപ് യാദവ് എങ്ങനെ ഉണ്ടായിരിക്കും ഈ പിച്ചിൽ? കുൽദീപ് യാദവ് വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം ഈ പിച്ചിലുള്ള അൺയൂഷ്വൽ ബൗൺസ് വരുന്നുണ്ട്. അത് നമ്മൾ റയാൻ അഹമ്മദിന്റെ അവസാനത്തെ ഓവറിൽ കണ്ട കാര്യമാണ്. അവസാനത്തെ കുറച്ച് ഓവേഴ്സിൽ കണ്ട. കാരണം റയാൻ അഹമ്മദ് നമുക്ക് ബോളേജ് തരാൻ നോർമലി ടീന് ശേഷമാണ് ബോളേജ് ചെയ്തത്. ഫ്രീക്വന്റ് ബോളേജ് ടീന് ശേഷമാണ്. അപ്പം സ്റ്റിൽ എന്നിട്ട് നല്ല ബൗൺസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് റയാൻ അഹമ്മദ് എറിയുന്നുണ്ട്. സത്യം കറക്റ്റ് ഒരു പേസ് കറക്റ്റ്. കാരണം പുള്ളിയാണ് ഏറ്റവും ലാസ്റ്റ്. എന്നിട്ട് പുള്ളി 2 വിക്കറ്റും എടുത്തു. അത്യാവശ്യം ഇക്കണോമി ആയിരുന്നു. യശസ്വി ജയ്സ്വാൾ 200 അടിക്കുമോ നാളെ? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം നാളത്തെ ഓപ്പണിംഗ് പ്രഷർ ആൻഡർസൺ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. ഫസ്റ്റ് ബോൾ എടുക്കും എന്തായാലും. സ്വിംഗിങ് ഒരു ആവശ്യം മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചു. കാരണം റിവേഴ്സ് സ്വിംഗ് ആൻഡർസന് പഴയതുപോലെ കിട്ടുന്നില്ലാത്തതാണോ അതോ പിച്ച് പ്രൊവൈഡ് ചെയ്താണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ബോൾ അത്രയും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇരിക്കും. അത് നോക്കിയിട്ടുള്ള ഇന്ന് റിവേഴ്സ് സ്വിംഗ് ഒരിക്കലും നേരെ അല്ല കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് നോർമലി നാളെ ഇൻ സ്വിംഗ് ഔട്ട് സ്വിംഗ് തന്നെ ആയിരിക്കും ജെയിംസ് ആൻഡർസൺ നോക്കുന്നത്, റിവേഴ്സ് സ്വിംഗിനെക്കാളും കൂടുതൽ. അതുപോലെ തന്നെ വൺ സൈഡ് എനിക്ക് തോന്നുന്നത് ജോ റൂട്ട് ആയിരിക്കും. ജോ റൂട്ട് ആൻഡർസൺ തന്നെ ഇന്നത്തെ അതേപോലെ തന്നെ എനിക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മൊബി ടോം ഹാർഡിനെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം, ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട്. ഫസ്റ്റ് സെഷൻ നമ്മൾ നിന്ന് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിലേക്ക് വരും. ഫസ്റ്റ് സെഷൻ ഫുള്ള് നിൽക്കണം. ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വിജയം. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആസ് പെർ റൺസ് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയാണ് ഈ സെഷൻ വിൻ ചെയ്ത് നിൽക്കുന്നത്. ബട്ട് നാളെ സെഷൻ കാരണം നമ്മളെ കണ്ടതാണ് ഫസ്റ്റ് 3 സെഷൻ ജയിച്ചു നിന്നിട്ടും ബോളിനെതിരെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് എന്ത് വേണം അവർ കാണിക്കാം. 150 ഔട്ട് ആവാം,
വേണമെങ്കിൽ 450 അടിക്കുകയും ചെയ്യാം. അതാണ് ഇവിടെ ഒരു പ്രശ്നം. അതെ, അത് നമുക്ക് അതാണല്ലോ കളി അറിയേണ്ടത്. എന്താകും എന്നുള്ള കാര്യം നോക്കേണ്ടതാണല്ലോ. ആണല്ലോ മെയിൻ നമ്മൾ പ്രതീക്ഷ മുമ്പോട്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഡേ പിന്നെ നല്ലൊരു കളിയാണ് ഇന്ത്യ കളിച്ചത്. സെക്കൻഡ് ഡേ അത് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സിൽ നിന്ന് കുറെ തെറ്റും കുറ്റപാടുകളും ഉണ്ടായിരുന്നു ഫീൽഡിങ്ങിലാണെങ്കിൽ പോലും. ഫീൽഡിങ്ങിൽ കുറെ ബൗണ്ടറിന്റെ അവിടെയൊക്കെ കുറെ മിസ്റ്റേക്സ് വന്നു അവരുടെ. റഹാൻ അഹമ്മദിന്റെ കയ്യിൽ നിന്നൊക്കെ 2-3 ബോളൊക്കെ ബൗണ്ടറി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോക്കാം, സ്റ്റംപ് നോക്കാം. അപ്പൊ നാളെ തീർച്ചയായിട്ടും വൈകുന്നേരം നമുക്കും കൂടി ഇരിക്കാം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ എന്തായാലും ഈ ടെസ്റ്റ് മാച്ച് സീരീസിന്റെ അകത്താണ്. കാരണം ഇത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ടെസ്റ്റ് മാച്ച് സീരീസ് ആണ്. ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇത്ര അടിച്ചു കളിക്കുന്ന ഒരു ടീം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇതൊരു പിന്നെ രസമുള്ള വേറൊരു കാര്യം കൂടെ, കാരണം ഇതുവരെ നമുക്ക് ഇന്ത്യക്ക് ഒരു ബാറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തിലേക്ക് പോയിരിക്കുകയാണ്. അതെ. കാരണം നമുക്ക് ലാസ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് വെച്ചാൽ കുൽദീപ് ബാറ്റ് ചെയ്യും, അതിന് മുമ്പേ അശ്വിൻ ബാറ്റ് ചെയ്യും, KS ഭരത് ബാറ്റ് ചെയ്യും, അക്സർ പട്ടേൽ ബാറ്റ് ചെയ്യും. ലാസ്റ്റ് നമ്മളെ ബൗളേഴ്സ് വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാന്നുള്ളൊരു അത്രയും ഫ്ലെക്സിബിൾ ആക്കുന്നുണ്ട് ഇപ്പൊ ടീം. പക്ഷെ വേറെ കാര്യമുണ്ട്, ജോ റൂട്ടിന്റെ അത്ര റണ്ണേ ഉള്ളു ഫുൾ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് റൺസ് എന്നുള്ള ഒരു സ്റ്റാറ്റ് ഞാൻ ഇന്ന് വായിച്ചു. ഇന്നത്തെ 11 പേരുടെ കൂട്ടിയാലും ജോ റൂട്ടിന്റെ അത്ര റൺസ് ഇല്ല എന്നാണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് എത്ര കളി കളിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ, അതിന്റെ ഒരു കാര്യം നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ശരി, നാളെ 40 വയസ്സ് വരെ കളിക്കുന്ന ആൻഡർസൺ ഉണ്ട്. പുള്ളിക്കാരുടെ സ്റ്റാറ്റ്സ് എങ്ങനെയാണ് മറികടക്കാൻ പറ്റുന്നത്? കാരണം ഇവർക്കാർക്കും അത്രയും കളിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് ആണ് മാറ്റേഴ്സ് ആയി വരുന്ന ഒരു ടെസ്റ്റിൽ മാറ്റർ ആയിട്ട് വരുന്നത്. അത് നമുക്ക് കണ്ടറിയാം ഇനി ഒരു എങ്ങനെയാണെന്ന്. സ്റ്റാറ്റും കൂടെ പറയാം. ജെയിംസ് ആൻഡർസൺ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആളെ അനിൽ കുംബ്ലെനെ ഓവർടേക്ക് ചെയ്തു. വെരി ഗുഡ്, നല്ല കാര്യമാണ്. അതെ. അപ്പൊ നാളെ നമുക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കും, ബാസ്ബോൾ എന്ത് കാണിക്കുമെന്ന് നോക്കാം. അപ്പം ബൈ ബൈ ഗൈസ്. ബൈ ബൈ, സീ യു. ബൈ.